ഇയാളെ സ്വഭാവത്തിന് ഇതൊന്നും ടെലികാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇയാളെ സ്വഭാവത്തിന് ഇയാൾ ഒരുത്തനെ ഇനി ദൈവം ഉണ്ടാക്കി വിടണം. അവിടെ ഒരു പുരുഷനോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഭാര്യയാണ് എൻ്റെ ഭാര്യ. മേഘ ആരുടെ അഡ്ജസ്റ്റ് ചെയ്യില്ല. പിന്നെ എങ്ങനെ ഓരോടത്തും അഡ്ജസ്റ്റ് ചെയ്യും? അത് ലക്ഷണശാസ്ത്രപ്രകാരം അങ്ങനെയാണ്. വിവാഹം എന്ന് പറയുന്നത് നല്ല കാര്യമാണോ? കുട്ടികളുണ്ടാവുന്ന നല്ല കാര്യമാണോ? അതോ ഇത് കല്യാണം കഴിച്ച പലരും പറയുന്നത് അച്ഛനമ്മമാരുടെ ചോദിക്കണം. വിവാഹം നല്ലതാണ്, കുട്ടികളുണ്ടാകുന്നത് നല്ലതാണ്. പണിക്കൊരു വലിയ പണ്ഡിതം പറഞ്ഞ് അങ്ങേർക്ക് ഭ്രാന്താണ് കാത്തല്ലൂർ സ്വാമിക്ക്. അങ്ങേര് ഇങ്ങനെയൊക്കെ പറയും നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ. ഒരാൾ കെട്ടിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും കെട്ടരുത്, കെട്ടിയാൽ ഇന്നതൊക്കെ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു സ്ഥലത്തായിരുന്നു ഞാൻ ടീച്ചറോടെ പോയിട്ട് അവിടെ നിന്നോട്ട് പറഞ്ഞു കെട്ടിക്കരുതെന്ന്. കെട്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ഇല്ല എന്ന് വിശ്വസിക്കുന്നത് അതൊക്കെ ഉണ്ടെന്ന് നമ്മളെ ചെറുതായിട്ട് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. നമുക്ക് ശല്യമൊന്നും ചെയ്തില്ല. ഒരു പ്രേതാത്മാവും വെള്ള സാരി കൊടുത്ത് മുടി അഴിച്ചിട്ട് പാട്ടും പാടിയൊന്നും കൊല്ലൂല്ല. എൻ്റെ ഒരു സംശയമാണ്. ഇപ്പൊ എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ല എന്ന് ഞാൻ പറയുമ്പോൾ ഇവളെ ഒന്ന് വിശ്വസിപ്പിക്കണം എന്ന് അവർക്കൊന്നും തോന്നില്ലേ? ആർക്ക് തോന്നും? അതെന്തിനു തോന്നണം? അതെന്തിന്? ഒരു പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിലിട്ട് അതിൽ എടുക്കുമ്പോൾ വളഞ്ഞല്ലേ ഇരിക്കുള്ളൂ. അങ്ങനല്ലേ? ഇപ്പൊ ഒരു പട്ടിയുടെ പാൽ ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പൊ ഇതിപ്പോ നമുക്ക് നിവർത്തി കളയാന്ന് നമ്മളൊരു കുഴലിലിട്ടിട്ട് എടുക്കുമ്പോൾ അത് വീണ്ടും വളഞ്ഞിരിക്കും. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ് അല്ലേ? ഭഗവാനെ, ദൈവം, ഇതൊക്കെ മനുഷ്യന്റെ ഒരു പിടുത്തമാണത്. ഒന്നും നമ്മൾ വെള്ളത്തിൽ ഒഴുകി പോവുകയാണ്. ഒരു വക്കോൽ തുരുമ്പോൾ നമ്മളതിന് പിടിക്കും. കാരണം ആ ജീവിത ദുഃഖങ്ങളും ദുരിതങ്ങളിലും പെട്ട് ഒഴിലുന്നവർക്കുള്ളൊരു പിടിവള്ളിയാണ് ഈ വാക്കുകളും ഈ പ്രപഞ്ചശക്തിയും ഒക്കെ. ഒരു ദൈവം ആരെ രക്ഷിക്കാനായിട്ട്? ദൈവത്തിൽ ഇതൊക്കെ നീ അങ്ങനെ അതിനാൽ രക്ഷപ്പെടാനുള്ള യോഗമുണ്ടെങ്കിൽ നീ രക്ഷപ്പെടുത്താൻ ഒരാൾ വരും. അത് നമുക്ക് എങ്ങനെ വേണം? ചെകുത്താനാണോ, പിശാചാണോ, ദൈവമാണോ, അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ തീരുമാനിക്കാം. കർമ്മങ്ങൾക്ക് ശുദ്ധി വേണം. കർമ്മശുദ്ധി പ്രധാനമാണ്. ഇപ്പം ഞാൻ കുട്ടിക്കാലത്ത് നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. നല്ല പുസ്തകങ്ങൾ എല്ലാ ഒരു തന്ത്രമാന്ത്രിക നോവലുകളും ജെയിംസിൻ്റെ പുസ്തകങ്ങൾ, ഷെർലോക്ക് ഹോംസ്, ഇതെല്ലാം ഞാൻ ഒരുപാട് വായിച്ച് ആ വായിച്ച അക്ഷരങ്ങളൊക്കെ തന്നെ എൻ്റെ ബോധത്തിൽ നിറഞ്ഞു കിടക്കുന്നു. കുട്ടിക്കാലത്ത് അച്ഛൻ പുരാണങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നത്, ടീച്ചറായ അമ്മ പറഞ്ഞു തന്നത്, അതൊക്കെ മനസ്സിൽ കിടന്ന് നിറഞ്ഞപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിത്തം നിർത്തിയിട്ട് എന്തോരം പുസ്തകങ്ങൾ എഴുതി. എല്ലാ പുസ്തകങ്ങളും എഴുതി, എല്ലാ ടൈപ്പ് പുസ്തകങ്ങളും. പിന്നെ ജീവിതത്തിൻ്റേതായിട്ടുള്ള യാത്രയ്ക്കകത്ത് സംഭവിച്ചത്, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, ഇതൊക്കെയുണ്ട്. പ്രേതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ നേരത്തെ കേട്ട ശ്വാസം അല്ലേ, ഒരുപാട് പേരെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. എന്തിനു കേൾപ്പിച്ചു? എനിക്ക് എൻ്റെ തോന്നൽ മാത്രമാണോ എന്നറിയാം. അത് തോന്നലില്ല എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെല്ലാം മറ്റൊന്നും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞില്ലേ? അത് തന്നെയാണ്. നമുക്കൊരാളെ ഒന്ന് വിശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ നെഗറ്റീവ്. ഞാൻ ചോദിക്കട്ടെ, ഒരു നെഗറ്റീവ് പോസിറ്റീവ് 2 ഫീസ് ഉണ്ട്. പോസിറ്റീവ് മാത്രം എടുത്ത് ലൈറ്റ് കത്തുമോ? കത്തുമോ? നെഗറ്റീവും കൂടെ പ്രസ് ചെയ്ത് കച്ചാൽ മാത്രമേ പ്രകാശം ഉണ്ടാവുകയുള്ളൂ. അപ്പം നെഗറ്റീവിന് അത്രയും ശക്തിയുണ്ട്. ആ ശക്തിയാണ് പ്രകാശം. അപ്പോൾ പ്രകാശം നമുക്ക് ചുറ്റും ഇരുട്ടിനെ വെളിച്ചമാക്കുന്ന, വെളിച്ചം വരുമ്പോഴുള്ള പ്രകാശമല്ല, നമ്മുടെ അന്ധകാരമാകുന്ന മനസ്സിൻ്റെ ഉള്ളിലേക്കൊരു പ്രകാശം ചെന്ന് ചേരണം. അത് കാലത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ചെന്ന് ചേരേണ്ടതാണ്. ഒരാളെ വിശ്വസിപ്പിക്കാൻ ഇപ്പം ഖുറാൻ വായിച്ചതുകൊണ്ടോ ബൈബിൾ വായിച്ചതുകൊണ്ടോ ഭാഗവതം വായിച്ചതുകൊണ്ടൊന്നും ഒരാൾക്ക് നന്മയുണ്ടാകില്ല. അതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മാറ്റം ഉണ്ടായാൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ. പിന്നെ പൂർവ്വജന്മം അനുസരിച്ച് നീ ഈ ജന്മത്തിൽ എന്തൊക്കെ ആയിത്തീരണം എന്നുള്ളതുണ്ട്, അതായത് ആയിത്തീരും. അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ല. ഇന്ന സമയത്ത് ഇന്നടത്ത് വെച്ച് ഇങ്ങനെ മൃത്യു സംഭവിക്കണം. ഉദാഹരണത്തിന് ഒരു പയ്യൻ എന്നെ കാണാൻ വന്നു, ഒരു അച്ഛനും അമ്മയും കൂടെ. അപ്പോൾ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പയ്യൻ ലഹരി പദാർത്ഥമായിട്ട് ജയിലിൽ കിടക്കുന്നു. അപ്പോൾ ഇത് അമ്മ, അയ്യോ അമ്മനൊന്നും കഴിക്കില്ല, ഈ പയ്യൻ്റെ മുഖമൊക്കെ വിളറി. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ലഹരി കാരണം ജയിലിൽ ഒരു ദിവസമെങ്കിലും കാരാഗ്രഹവാസം അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ പോയിട്ട് രാത്രി എന്നെ വീണ്ടും വിളിച്ചു, സ്വാമി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല സ്വാമി, അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ലിഫ്റ്റ് അടിക്കാൻ ഒരുത്തൻ്റെ വണ്ടി കയറി, മറ്റോ കഞ്ചാവ് വെച്ചോടുമായിരുന്നു. കാരാഗ്രഹവാസം അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ നിമിത്തമാണ്, അത് സംഭവിച്ചേ പറ്റുള്ളൂ. ഇന്നത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ സംഭവിച്ചേ പറ്റൂ. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ ഉദാഹരണങ്ങളെല്ലാം കൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി, കാലത്തിനെ ബോധ്യപ്പെടുത്തി, കേൾക്കുന്നവരെ ബോധ്യപ്പെടുത്താനൊന്നും പറ്റില്ല. ഇങ്ങനെയൊക്കെ കൊണ്ട് സ്വീകരിക്കാമെന്നുള്ളവർക്ക് സ്വീകരിക്കാം, തള്ളിക്കളയാനുള്ളവർക്ക് തള്ളിക്കളയാം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരാളത്ത് സംസാരിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത്, മേഘയ്ക്ക് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ മേഘ ചിലപ്പോൾ വിശ്വാസിയാകും
എന്ന് പറഞ്ഞു. ചിലർ പറയുന്നു വിവാഹം കഴിഞ്ഞാൽ വിശ്വാസിയാകും. അത്തരത്തിൽ ഈ വിശ്വാസമില്ലായ്മ എന്ന് പറയുന്നത് ഒരു കാലഘട്ടം മാത്രമാണോ? കുറച്ച് നാൾ കഴിയുമ്പോൾ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുമോ ആൾക്കാർ? എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയൂ. ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ മേഘയുടെ കല്യാണം കഴിഞ്ഞാൽ മേഘ ഒരു വിശ്വാസിയാകും എന്ന് പറഞ്ഞു. ചിലർ പറയുന്നു കല്യാണം കഴിഞ്ഞാൽ മേഘ ഒരു വിശ്വാസിയാകും എന്ന്. അത്തരത്തിൽ ഈ അവിശ്വാസം എന്ന് പറയുന്ന കാര്യം അത് ലൈഫ് ലോങ് ഉള്ള കാര്യമല്ല, ഒരു പോയിന്റ് കഴിയുമ്പോൾ എല്ലാവരും വിശ്വാസികളാകും എന്നുള്ളതാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അപ്പോൾ കല്യാണം കഴിക്കണമെന്നുണ്ടോ? എനിക്കതിൽ വിശ്വാസമുള്ള ഒരു പുരുഷൻ വരും എന്ന് വല്ല വിശ്വാസമുണ്ടോ? ഇല്ല, അത് അറിയില്ല. കഴിഞ്ഞിട്ടല്ലേ പിന്നെ കുട്ടി. ഓ, മനസ്സിലായില്ല. കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചാൽ മാത്രമല്ലേ നമ്മുടെ ഒരു ഉത്തമനായ പുരുഷൻ എന്നെ വിവാഹം കഴിക്കണം, അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? ഈ കല്യാണം കഴിക്കണമെന്നും കഴിക്കേണ്ടെന്നും എനിക്ക് രണ്ട് അഭിപ്രായം. അപ്പോൾ അതായില്ലല്ലോ. അപ്പോൾ പിന്നെ മറ്റേ പറഞ്ഞതിനകത്തൊന്നും അർത്ഥമില്ല. നമ്മൾ എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, എൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച്, എൻ്റെ ചിന്താധാരകൾക്കനുസരിച്ച് ഉത്തമനായ പുരുഷൻ മേഖലയോട് വരില്ല. നമ്മൾ ചവിട്ടി തേക്കാൻ നിൽക്കുമ്പോൾ യാതൊരു ഗുണവും ഇല്ലാതെ പഴമുണ്ണികളെ വരുള്ളൂ. അങ്ങനെ ഒരാളെ വരുള്ളൂ. കാരണം ഇതൊക്കെ അങ്ങനെ വന്നവൻ നീ ഒരു കുട്ടി ഉണ്ടാക്കും, അവൻ ഒരു കുട്ടി ഉണ്ടാക്കി തരും, അതിനെ അവൻ തന്നെ എടുത്തുകൊണ്ട് നടക്കും. നമ്മൾ എടുക്കില്ല. നമ്മൾ കണ്ടില്ല ചിലർ പുറകെ എടുത്തുകൊണ്ട് നടക്കണം. അതുകൊണ്ട് ആ പറഞ്ഞൊന്നും ഞാൻ എടുക്കില്ല. അല്ല, അങ്ങനെയല്ലേ? കുട്ടി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഉത്തമനായ ഒരു പുരുഷൻ എങ്ങനെയും കുട്ടി ഉണ്ടാകാം. പക്ഷേ ആദ്യം നമ്മൾ കല്യാണം കഴിക്കണം എന്ന് തീരുമാനം എടുത്തിട്ടില്ല. അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ടാവും. എൻ്റെ അടുത്ത് വരുന്ന 90% IT പിള്ളേരും കല്യാണം കഴിക്കുന്നില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ ഇവരെ കൊണ്ട് കെട്ടിക്കാൻ? അവർ ജീവിക്കട്ടെന്ന് വിചാരിക്കും. മേഘയുടെ പേര് പോലെ തന്നെ മേഘയുടെ ജീവിതവും ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോയി മഴ പെയ്ത് എന്ത് അപ്പോൾ ജീവിതത്തിൽ ഞാൻ വിജയിക്കില്ല, ഒരിടത്ത് നിൽക്കില്ല എന്നാണ്. അല്ല, അതങ്ങനല്ല. അത് നമ്മളെവിടെ വിജയിക്കണം? നമുക്കിഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യുകയും നമ്മൾ എന്ത് ഇഷ്ടമാണോ നമുക്കുള്ളത് ആ ഇഷ്ടങ്ങളോടുകൂടി ജീവിക്കുന്നതാണ് ജീവിതം. നാളെ ഒരു ജീവിതം എന്നുണ്ടോ എന്ന് വിചാരിക്കരുത്. ഇത് തന്നെയാണ് ജീവിതം. എൻ്റെ ഇഷ്ടം ഇതാണ്, എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. പക്ഷേ ഒന്ന് കിടന്നു പോകുമ്പോൾ ചായ എടുത്തു തരാൻ അന്തരീക്ഷത്തിൽ നമ്മുടെ ആരെങ്കിലും വേണം ചുറ്റും, അല്ലേ? ഒരു കല്യാണം കഴിച്ച് കുട്ടിയെ സൃഷ്ടിക്കുന്നതല്ല ജീവിതം, കുട്ടികളെ വളർത്തുന്നതുമല്ല ജീവിതം. ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഞാൻ ഒരു ദിവസം ഭയങ്കര ജനക്കൂട്ടം നോക്കുമ്പോൾ അവിടെ ഒരു സാറ് വന്ന് വാടകയ്ക്ക് താമസിച്ചു. രാവിലെ അച്ഛനമ്മ എല്ലാം റോഡ് സൈഡിൽ നിൽക്കുകയാണ് പിള്ളേരകത്ത് പഠിപ്പിക്കാൻ വിട്ടിട്ട്. എന്തൊരു ജീവിതം? പിള്ളേർ പഠിക്കൂ? ഒരെണ്ണം തിരുവനന്തപുരത്തുള്ള പല കേരളത്തിൻ്റെ നല്ല ഭാഗത്തും വീടുകൾ മുഴുവൻ അടച്ചിട്ടേക്കണം, മുഴുവൻ വിദേശത്താണ്. അച്ഛനമ്മമാർ ആശുപത്രി കൊണ്ടുപോകാൻ കാറ് പിടിച്ച മറ്റേ യൂബർ കാറ് പിടിച്ചിട്ട് പോകണം. ഊബറിൽ ആരുമില്ല. സൃഷ്ടി നടക്കുമ്പോൾ കുട്ടികൾ അച്ഛനമ്മമാരെ അനുഭവിക്കാനുള്ള യോഗം വേണം. ആ യോഗമുണ്ടോ? ഞാൻ ഒരു കല്യാണം എടുത്ത് ആദ്യം നോക്കണത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ജീവിച്ച് സന്താനങ്ങളുണ്ടാക്കി അച്ഛനമ്മ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടോ? ഇല്ല, ഇത് നടത്തണ്ട കേട്ടോ. അത് സ്വാമി എന്തുണ്ട് മറ്റേ പണിക്കൊരു വലിയ പണ്ഡിതം പറഞ്ഞ് അങ്ങേർക്ക് ഭ്രാന്താണ് കാന്തല്ലൂർ സ്വാമിക്ക്. അങ്ങേര് ഇങ്ങനെയൊക്കെ പറയും നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുക. ഒരാൾ കെട്ടിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും കെട്ടരുത്, കെട്ടിയാൽ ഇന്നതൊക്കെ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു സ്ഥലത്തായിരുന്നു ഞാൻ ടീച്ചറോടെ പോയിട്ട് അവിടെ നിന്നോട്ട് പറഞ്ഞത് കെട്ടിക്കരുതെന്ന്. കെട്ടിച്ചു. കൊച്ചു വീട്ടിൽ ഭർത്താവ് വേറൊരിടത്ത് അങ്ങനെ വേറെ കെട്ടിയെന്ന് പറഞ്ഞത്. ഇതൊക്കെ അതുകൊണ്ട് നമ്മൾ ദിവ്യനൊന്നുമില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള വിവാഹ പൊരുത്തമുണ്ടോ? എന്തൊരു പൊരുത്തമാണ്. ഞാൻ വിവാഹത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതാമെന്ന് വിചാരിച്ചു, ദാമ്പത്യങ്ങളെക്കുറിച്ച്. അതെ, ഞാനതാ ചോദിക്കാൻ വന്നത്. വിവാഹം എന്ന് പറയുന്നത് നല്ല കാര്യമാണോ? കുട്ടികളുണ്ടാവുന്ന നല്ല കാര്യമാണോ? അതോ ഇത് കല്യാണം കഴിച്ച പലരും പറയുന്നത് ഒരു കാര്യം അച്ഛനമ്മമാരടുത്ത് ചോദിക്കണം, വിവാഹം നല്ലതാണോ, കുട്ടികളുണ്ടാകുന്നത് നല്ലതാണോ? ഇപ്പം ദുഃഖമല്ലേ കൊടുക്കണം. മകൾ 27 വയസ്സാണ്, മകൾ കല്യാണം കഴിക്കണില്ല, അപ്പോൾ അമ്മ പറയൂ നീ സന്തോഷം തന്നുകൊണ്ട് അങ്ങനെ ദുഃഖമൊന്നുമില്ല. അല്ല, ഏത് അച്ഛനമ്മമാർക്കും മകൾ പ്രായമായാലും വിവാഹം കഴിക്കണമെന്നും പള്ളിയെ കൊണ്ടുവച്ച് വിവാഹം കഴിച്ച് കുറേ ആൾക്കാർക്ക് ഇതൊക്കെ കൊടുത്ത് പിന്നെ ആഡംബരമായ ഒരു ദിവസം അവർ സ്വപ്നം കാണും ഏത് അച്ഛനമ്മമാരും. അല്ലെങ്കിൽ യഥാർത്ഥ ഇയാളുടെ അമ്മ കണ്ടേ പറ്റൂ. ഇയാളുടെ അമ്മ 100% മകൾക്ക് വേണ്ടി അവർ നീറി മരിക്കുവാണ് ഈ നിങ്ങൾ കല്യാണം കഴിക്കാത്തതുകൊണ്ട്. 100% കല്യാണം. കാരണം ഇയാളുടെ അമ്മ അത്രയും സ്നേഹിക്കുന്നവരാണ്. അവരുടെ മനസ്സിൽ ഏറ്റവും വലിയ നൊമ്പരം എന്ന് പറയുന്നത് നിങ്ങൾ വിവാഹം കഴിക്കാത്തതാണ്. പിന്നെ ഇയാളെ സ്വഭാവത്തിന് ഇതൊന്നും ടെലികാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇയാളെ സ്വഭാവത്തിന് ഇയാൾ ഒരുത്തനെ ഇനി ദൈവം ഉണ്ടാക്കി വിടണം. അപ്പോൾ ഇതുവരെ എനിക്ക് കല്യാണം കഴിക്കാനുള്ള ആൾ വന്നിട്ടില്ല. ഇയാൾ ഈ സ്വന്തമായിട്ടൊരു കൂടുതലുള്ള ഒരാൾ. ഇപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ വിവാഹത്തിൽ സുഖമായിട്ട് ജീവിക്കുമ്പം എന്തുകൊണ്ടാണ് ആ ടീച്ചർ ഇവർക്കെല്ലാം അറിയാം. ഈ ആദ്യം എന്നെ സ്വാമി വഴക്ക് പറയുമോ തൊഴുതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പുരുഷനോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഭാര്യയാണ് എൻ്റെ ഭാര്യ.
കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മേഘ ആരുടെ അഡ്ജസ്റ്റ് ചെയ്യില്ല, പിന്നെ അങ്ങനെ ഓരോടത്തും അഡ്ജസ്റ്റ് ചെയ്യില്ല. അത് ലക്ഷണശാസ്ത്രപ്രകാരം അങ്ങനെയാണ്. ഇത് വലിയ മോശമൊന്നുമല്ല. നാളെ ഇപ്പോൾ 4 പിള്ളേരുമായിട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ട് സ്വാമി പണ്ട് പറഞ്ഞില്ല ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല ഇല്ലേ. അതുകൊണ്ട് വിവാഹം ജീവിതം എന്നൊക്കെ പറയുന്നത് മറ്റൊന്നാണ് അല്ലേ. നമ്മുടെ യൗവനാവസ്ഥയിൽ നമ്മുടെ സ്വപ്നങ്ങൾ, കൗമാരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാല്യം, ശൈശവത്തിൽ മുലപ്പാലിനോട് ഇഷ്ടം തോന്നും, ബാല്യത്തിൽ കളിപ്പാട്ടങ്ങളോട് ഇഷ്ടം തോന്നും, ശൈശവം ബാല്യം, കൗമാരത്തിൽ സ്വപ്നങ്ങൾ, യൗവനത്തിൽ പിന്നെ കാമാവസ്ഥ, അങ്ങനെയുള്ള ഓരോ മരണാവസ്ഥ, വാർദ്ധക്യത്തിൽ മൃത്യുവിനെ കുറിച്ചുള്ള ചിന്ത, ഇതിങ്ങനെ ഓരോ ഘട്ടങ്ങൾ വളരെ കൃത്യമായി തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു ദാമ്പത്യം, അവിടെ ജാതിയില്ല, മതമില്ല, ഗ്രഹനിലകളില്ല, ഒന്നുമില്ല. നമ്മുടെ മനസ്സെന്താണ്, എനിക്ക് എൻ്റെ ഭാര്യ മനസ്സിനറിയാം, എൻ്റെ മനസ്സറിയുന്ന ഒരാളെയാണ് എനിക്ക് ആവശ്യം. നമ്മളൊരു പെണ്ണിനെ കാണുന്നു, ഒരാൾ ദുബായിൽ നിന്നൊക്കെ കൊണ്ടുവരൂ, കല്യാണം കഴിക്കാൻ പോവുകയാണ്, അവിടെ നിന്ന് പറയും, ഞാൻ ദുബായ്ക്കാരെ മോശം പറയല്ല, വന്ന് പെണ്ണ് 10 എണ്ണത്തിനെ കാണും, എല്ലാം വിടുമ്പോൾ അവിടെ ഒരുങ്ങി ചായ കൊടുക്കും. ചില കുട്ടികളൊക്കെ ഇപ്പോൾ നോക്കൂല, എൻ്റെ ആവശ്യമില്ല എന്ന് പറയും. ഇഷ്ടപ്പെട്ടു, എന്തിഷ്ടപ്പെട്ടു, അവളുടെ സ്വഭാവം അറിയത്തില്ല, അവൾക്ക് എന്താ ആഹാര രീതികളത് അറിയത്തില്ല, അവൾ കൊടുക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് അറിയത്തില്ല. എന്താണ് ഇഷ്ടപ്പെട്ടത്? ആകാരരൂപം, ആ രൂപം ഇഷ്ടപ്പെടും, അവളോടുള്ള ഇഷ്ടം, അത് എന്നെ ഇഷ്ടം. പിന്നെ എന്തിഷ്ടം? 3-ാമത്തെ ദിവസം മനസ്സിലാകും, എൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായി ഈശ്വര എന്ന് പറഞ്ഞ് വിലപിക്കുന്ന എത്രയോ പേരുണ്ട്. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് അടിത്തറയാണ്. നമ്മളൊരു വീട് വയ്ക്കുമ്പം ആദ്യം ബേസ്മെൻറ്റ് ഇടുന്നതിന് മുമ്പ് ഞാനൊക്കെ ആണെങ്കിൽ ആദ്യം ആ ഭൂമി ഉത്തമമാണെന്ന് നോക്കും വീട് വയ്ക്കാൻ. അവിടെ ഭൂമിയിൽ അവിടെ ആ ഇരുമ്പ് കണ്ടി എത്ര സിമൻ്റ് ഇട്ട് കെട്ടിയാലും ആ ഭൂമി ഉത്തമമല്ലെങ്കിൽ, അതിൻ്റെ അടിത്തറയ്ക്ക് ബലമില്ലെങ്കിൽ, ആ അടിത്തറ ഉണ്ടാക്കുന്ന ബലം, ആ വിശ്വാസം നമുക്കില്ലെങ്കിൽ ആ വീട് നിലനിൽക്കത്തില്ല. അപ്പോൾ ജീവിതത്തിന്, ഒരു ദാമ്പത്യ ജീവിതത്തിന് അടിത്തറയാണ് പ്രധാനം. എന്താണ്? എനിക്കിഷ്ടമുള്ള, എനിക്ക് എന്നെ മനസ്സിലാക്കുന്ന, എന്നെ തിരിച്ചറിയുന്ന, എൻ്റെ നല്ലതും ചീത്തയും തിരിച്ചറിയുന്ന, എൻ്റെ കോപം തിരിച്ചറിയുന്ന, എൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് തിരിച്ചറിയുന്ന, അങ്ങനെ തിരിച്ചറിയുന്ന ഒരാൾ, അവൾ 10 മിനിറ്റ് കഴിഞ്ഞേ വരുള്ളൂ, അവൾ 8 മിനിറ്റ് കഴിഞ്ഞ് വരും എന്ന് തിരിച്ചറിയുന്ന ഒരു ഭർത്താവാണ് ഉത്തമനായ ഭർത്താവ് ഇല്ലേ. നീ എവിടെ പോയ ഇവിടെ അവിടുത്തെ ഭർത്താക്കന്മാർ പോകണുണ്ട്, ബോണം പിടിച്ച് ബഹളം അട്ടഹാസമോ കാണിക്കുന്ന, അതല്ല ദാമ്പത്യം. ദാമ്പത്യം എന്ന് പറഞ്ഞൊരു വലിയ വിഷയമാണ്. ആ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട രീതിയുണ്ട്. വിവാഹപ്പൊരുത്തം എടുക്കുമ്പോൾ പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ടൊരു വിവാഹം കഴിക്കുന്നത്, അല്ല ജാതക പൊരുത്തം, മാട്രിമോണിയൽ കല്യാണം കഴിക്കുന്ന എല്ലാം തകർന്നു പോകണേ. എന്താണ്? ആദ്യമേ പെണ്ണിൻ്റെ ജാതകം ഇങ്ങോട്ട് അയച്ചു കൊടുക്കും, അവന്മാർ നേരെ അതിന് പറ്റിയ ഒരു ജാതകം ഇങ്ങോട്ട് ഉണ്ടാക്കി അയച്ചു കൊടുക്കും, ഉത്തമ പൊരുത്തമാണ്, തകർന്ന് തരിപ്പണമായി പോകും എന്ന് വിചാരിച്ച് ഇവിടെ മാട്രിമോണിയൽ ബിസിനസ് ചെയ്യുന്നവരെല്ലാം കൂടെ എൻ്റെ നേരെ ചേറിക്കൊണ്ട് വരണ്ട. പക്ഷേ പെണ്ണിൻ്റെ ജാതകം അങ്ങോട്ട് ഇട്ട് കൊടുക്കും, പുരുഷൻ്റെ ജാതകം ഇട്ട് കൊടുക്കും, അവർ ഉത്തമമായിട്ട് എല്ലാം ചേരും, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കും. 3-ാമത്തെ ദിവസം ജീവിതം തീർന്നു. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതമാണ് ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് പരസ്പരം ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അവർ അവരുടെ മനസ്സിനെ ഇഷ്ടപ്പെടുത്തുക, ഞാനുമായിട്ട് ചേർന്ന് പോകുന്നതാണെന്ന് എപ്പോഴാണോ നമുക്ക് ബോധ്യപ്പെടുന്നത്, ആ ബോധ്യപ്പെട്ടതിലൂടെ മുമ്പോട്ട് പോയാൽ മാത്രമേ ദാമ്പത്യം നിലനിൽക്കുള്ളൂ. അവിടെ ഒരു ദൈവത്തിനും ചില വീടുകളിൽ ഇന്നാൾ കൃഷ്ണനെ എടുത്ത് വരുന്ന തലക്കടിച്ചു കൊടുത്തു, ഭാര്യ ഭർത്താവിൻ്റെ വിഗ്രഹം, ഭാര്യ പൂജിക്കണം നിൻ്റെ കൃഷ്ണൻ. കാരണം അത്രയും സംഘർഷമാണ് നടക്കുന്നത്. അപ്പോൾ ദൈവത്തിന് എന്ത് പ്രസക്തി? അവരൊരു വാസ്റ്റോ പാരീസിലുണ്ടാക്കിയ ഒരു കൃഷ്ണനെ വെച്ച് പൂജിക്കുമായിരുന്നു. ഭർത്താവ് മദ്യപാനിയാണ്, ദേഷ്യം വന്ന്, അപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നപ്പോൾ ഭാര്യ പൈസ വെച്ചപ്പോൾ കൊടുത്തില്ല. കൊടുക്കാത്തതുകൊണ്ട് എന്താണ്? അവർ ആരാധിക്കുന്ന പുരുഷന് അവിടെ എന്ത് ദാമ്പത്യം? അപ്പോൾ ഇതൊക്കെയുണ്ട്. ദാമ്പത്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് നമുക്ക് അതൊന്നും പിന്നെ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്ന രാധാകൃഷ്ണൻ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്യാൻസറാണെന്ന് വിളിച്ചു. ആ പെൺകുട്ടി അവസാന കാലം വരെ അത് ശുശ്രൂഷിച്ചു. എന്നിട്ട് വിവാഹം വേണ്ടാന്ന് വെച്ചു. പെരുമൺ തീമണ്ടിടത്തിൽ മരിച്ച ഒരു ദമ്പതിമാർ, ഭർത്താവ് മരിച്ചിട്ടും അവർ വിധവയെ പോലെ ജീവിച്ചു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതെല്ലാം വിധിയെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് ഇതൊന്നും തന്നെ നമ്മളെപ്പോഴും പോസിറ്റീവ് മാത്രമേ ചിന്തിക്കുകയുള്ളൂ, നെഗറ്റീവ് ചിന്തിക്കില്ല. എപ്പോഴും എന്തിൻ്റെയും നെഗറ്റീവ് ആദ്യം ചിന്തിക്കണം. ഞാനിപ്പോൾ ഒരു ബിസിനസ്സുകാരനായിരുന്നത്, ഞാൻ ഇത് നഷ്ടം വന്നാൽ ഇതെങ്ങനെ എനിക്ക് നഷ്ടം എത്ര കുറയ്ക്കാം. ഇപ്പം നമ്മൾ തമ്മിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുവാണ്, ഇത് ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു സത്തെങ്കിലും ഒരാൾക്ക് പ്രയോജനപ്പെടുമോ, അതാണ് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് തുറന്ന് സംസാരിക്കുന്നത്. എനിക്ക് മുഖം മൂടിയിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, കാരണം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അറിയാവുന്നതല്ല, അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമുക്ക് സംസാരിക്കാം. നമ്മൾ തിരിച്ചറിഞ്ഞതാണ് സംസാരിക്കുന്നത്.
നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് സംസാരിക്കുന്നത്, പഠിച്ചതല്ല. കാലം പഠിപ്പിച്ച അനുഭവങ്ങളിലൂടെ ഉള്ള ഒരാളാണ് സുനിൽ പരമേശ്വരൻ എന്നാണ്. അപ്പോൾ കാലം എനിക്ക് മനസ്സിലാക്കി തന്നത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതാണ് സമ്പത്ത്. അതാണ് ഞാൻ സംസാരിച്ചെന്നുള്ളത്.